നമ്മുടെ വീട്ടിലെ ഒരു ബാത്റൂം അതിനെ നന്നായിട്ട് മെയിൻറ്റെയിൻസ് ചെയ്ത് നല്ല വൃത്തിയാക്കി വെക്കുക എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ബാത്റൂം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനെ വൃത്തിയാക്കുന്നതും അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നതും ഒക്കെ വളരെ ഈസി ആയിട്ട് വരും. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മളൊരു ബാത്റൂം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഫിക്സ്ചേഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അതിൻ്റെ പ്ലാനിങ്ങിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനെ ലോ മെയിൻ്റെനൻസ് ആയിട്ട് വെക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ സുബിൻ തോമസ്, ഗ്രീൻ ആഷ്വൽ ആർക്കിടെക്ചറിലെ പ്രിൻസിപ്പൽ ഡിസൈനറാണ്. നമ്മൾ ഈ ബാത്റൂമിൻ്റെ ഡിസൈനിലേക്കൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു വാഷ് കൗണ്ടർ, ഒരു വാഷ് ഏരിയ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേനും കൂടുതലും കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആർക്കിടെക്ചറൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കൂടുതൽ ഭംഗി കിട്ടുന്ന, അല്ലെങ്കിൽ ആ ബാത്റൂമിൻ്റെ ഡിസൈനിൻ്റെ ഒരു ഭംഗി നമുക്ക് എടുക്കാൻ പറ്റുന്ന എപ്പോഴും ഈ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ കൊടുക്കുമ്പോഴായിരിക്കും. പക്ഷേ ഈ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ക്ലീനിങ്ങിലും മെയിൻ്റനൻസിലും ഒക്കെ ഏറെ ബുദ്ധിമുട്ട് വരുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഈ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ ചെയ്യുമ്പോൾ ഈ കൗണ്ടറും അതുപോലെ തന്നെ ഈ വാഷ് ബേസിൻ്റെ ബോട്ടവും വരുന്ന ആ ജോയിൻറ്റിൽ നമുക്ക് ക്ലീനിങ്ങിന് ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ അവിടെ പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ അവിടെ അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഈ വാഷ് ബേസിനും പുറകിലെ വാളും തമ്മിലുള്ള ഡിസ്റ്റൻസും കുറവാണെങ്കിൽ നമുക്ക് അങ്ങോട്ടുള്ള ആക്സസ്, നമുക്ക് കൈയിട്ട് അത് കഴുകാനൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതുകൊണ്ട് ആ ബാത്റൂമിൻ്റെ ക്ലീനിങ്ങിൽ നമുക്ക് ഏറെ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും, കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ ഉപയോഗിക്കുന്നതിന് പകരം അണ്ടർ കൗണ്ടർ ആയിട്ടുള്ള വാഷ് ബേസിൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്ലീനിങ്ങിൻ്റെ എഫേർട്ട് കുറച്ച് നമുക്ക് ഈസി ആയിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പൊതുവേ ബാത്റൂംസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെ ബാത്റൂമുകളിൽ ഫ്ലോർ മൗണ്ടഡ് ആയിട്ടുള്ള സിംഗിൾ പീസ് ക്ലോസറ്റുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം സിംഗിൾ പീസ് ക്ലോസറ്റുകൾ ഫ്ലോറിൽ അത് മൗണ്ട് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ജോയിൻറ്റുകൾ വരും, അതുപോലെ തന്നെ അതിൻ്റെയും പുറകിലുള്ള ചില ചെറിയ ഏരിയകൾ വരും. ഇവിടെയൊക്കെ ക്ലീനിങ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും, അതുപോലെ തന്നെ അഴുക്ക് പിടിച്ചിരിക്കാനും സാധ്യതയുണ്ട്. അതേസമയം നമ്മൾ വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫ്ലോർ ഫുൾ ഫ്രീ ആയിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിന് വളരെ എളുപ്പമായിരിക്കും. നമ്മൾ ഒരു സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്തങ്ങ് വിട്ട് കഴിഞ്ഞാൽ അത് ത്രൂ ഔട്ട് ആ ഫ്ലോറിൽ കൂടെ നമുക്ക് ക്ലീൻ ആക്കാനായിട്ടും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫ്ലോർ മൗണ്ടഡ് ആയിട്ടുള്ള സിംഗിൾ പീസ് ടൈപ്പ് ക്ലോസറ്റുകൾ യൂസ് ചെയ്യുന്നതിന് പകരം വാൾ മൗണ്ടഡ് ആയിട്ടുള്ള നമ്മൾ ഫ്ലഷ് ടാങ്ക് കൺസീൽഡ് ആയിട്ട് വെച്ചിട്ട് വാൾ മൗണ്ടഡ് ആയിട്ട് ചെയ്യുന്ന ക്ലോസറ്റുകൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ക്ലീനിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടെ എളുപ്പമായി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, വാഷ് ഏരിയയിൽ ഉപയോഗിക്കുന്ന സിങ്ക് ഈ ഫ്ലാറ്റ് ബോട്ടം വരുന്ന ടൈപ്പ് വാഷ് ബേസിൻസ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഫ്ലാറ്റ് ബോട്ടം ടൈപ്പ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ സ്ക്വയർ ഷേപ്പിലുള്ള വാഷ് ബേസിൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ അകത്തെ കോർണറും കറക്റ്റ് 90 ഡിഗ്രിയിലാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ സമയം ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതേസമയം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കർവ് ഷേപ്പിലുള്ള ഇൻസൈഡ് വരുന്ന ടൈപ്പ് വാഷ് ബേസിൻസ് ആണെങ്കിൽ നമുക്ക് ക്ലീനിങ് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വാഷ്റൂമിൻ്റെ ഈ ഡിസൈനിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മൾ എടുക്കുന്ന സിങ്കിൻ്റെ ഒരു ഷേപ്പ് അത് എത്രത്തോളം ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മളത് ഒരു ഡിസൈനിലേക്ക് പോകാനായിട്ട്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ബാത്റൂമൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടൈൽ ഒട്ടിക്കുമ്പോൾ ടൈലിന് ജോയിൻറ്റ് ഫിൽറ്റർ ഉപയോഗിക്കുന്നതിന് വരെ നമ്മൾ എപ്പോക്സി ചെയ്യണം എന്നുള്ളതാണ്. ഈ ജോയിൻറ്റ് ഫിൽറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ജോയിൻറ്റ് ഫിൽറ്റർ കുറച്ച് കാലത്തിന് ശേഷം, ജോയിൻറ്റ് ഫിൽറ്റർ എന്ന് പറയുന്നത് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് ടൈൽ ഒട്ടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ സിമിലർ കളറായിട്ടുള്ള ഒരു സിമൻറ്റ് പോലെയുള്ള ഒരു ജോയിൻറ്റ് ഫിൽറ്റർ നമ്മൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫില്ല് ചെയ്യുന്ന ജോയിൻറ്റ് ഫിൽറ്റർ കുറച്ച് കാലം കഴിയുമ്പോഴത്തേനും അടർന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ളിലേക്ക് വെള്ളം കയറിയിട്ട് ബാക്കി ഈ ഡാമിനസ് പോലുള്ള കാര്യങ്ങളും ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ ജോയിൻറ്റ് ഫിൽറ്റർ എന്ന് പറയുന്നതിൻ്റെ ലൈഫ് കുറവായിരിക്കും, അത് ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ബാത്റൂമിൻ്റെ ഒരു മെയിൻ്റനൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യമേ ഇനീഷ്യലി കുറച്ച് എക്സ്പെൻസ് കൂടുതലാണെങ്കിലും നമ്മൾ ഒരു 3 mm 4 mm സ്പേസർ വെച്ചിട്ട് എപ്പോക്സി ഫില്ല് ചെയ്യുന്നതായിരിക്കും ഈ ബാത്റൂമിനെ സംബന്ധിച്ച് മെയിൻ്റനൻസ് ഇല്ലാതെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നല്ലത്. അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ടൈലിൻ്റെ സൈസാണ്. പ്രത്യേകിച്ച് നമ്മൾ ബാത്ത് ഏരിയകളിൽ ഉപയോഗിക്കുന്ന ടൈലിൻ്റെ സൈസ്. നമ്മൾ പലപ്പോഴും ചെറിയ ടൈലുകൾ പല ഡിസൈനുകളിൽ ഈ ബാത്ത് ഏരിയകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ചെറിയ ടൈൽ ഉപയോഗിക്കുമ്പോഴത്തേനും ഈ ടൈലുകൾ തമ്മിലുള്ള ജോയിൻറ്റ്സ് വളരെ കൂടുതലായിരിക്കും. ഈ ജോയിൻറ്റ്സുകളിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ അഴുക്ക് പിടിച്ചിരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബാത്ത് ഏരിയയിലോ അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ മൊത്തം ഏരിയകളിലോ വലിപ്പം കൂടിയ ടൈലുകൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ജോയിൻറ്റ്സിൻ്റെ എണ്ണം നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത് മുന്നോട്ടുള്ള മെയിൻ്റനൻസിനെ അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുമ്പോഴുള്ള നമ്മൾ ഇടേണ്ട എഫോർട്ടിനെയൊക്കെ കുറയ്ക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആറാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബാത്ത് ടബുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ടുള്ള ബാത്ത് ടബുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രീ സ്റ്റാൻഡിങ്
സ്റ്റാൻഡിങ് ആയിട്ടുള്ള ബാത്തബുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അതിന് ഭിത്തിയോട് ചേർന്നൊക്കെ വരികയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ചില സ്പേസുകളുണ്ടാവും. കാരണം ഈ ബാത്തബുകൾ എന്ന് പറഞ്ഞാൽ കർവ് ചെയ്തിട്ടുള്ള സർഫസുകളൊക്കെ ആയിരിക്കും, അതിൻ്റെ എഡ്ജുകളിൽ കർവിങ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഭിത്തി എപ്പോഴും 90 ഡിഗ്രിയിലായിരിക്കും തിരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്പേസ് കുറഞ്ഞ ബാത്റൂമുകളിൽ ഈ ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ടുള്ള ബാത്തബുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ചില ഏരിയകളിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത, നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ചെല്ലാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മുടെ കൈ എത്തിപ്പെടാത്ത ചില സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഫ്രീ സ്റ്റാൻഡിങ് ആയുള്ള ബാത്തബുകൾ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ കെട്ടി കൊടുത്തുകൊണ്ട് തന്നെ ഇൻബിൽഡായിട്ട് ചെയ്യുന്ന ടൈപ്പ് ബാത്തബുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും നമുക്ക് ഈ പ്രോപ്പറായിട്ടുള്ള ക്ലീനിങ്ങിനും അതുപോലെ തന്നെ ഈ ബാത്റൂമിൻ്റെ മെയിൻ്റനൻസിനും ഒക്കെ നന്നായിട്ട് വരിക. ഏഴാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ബാത്റൂമിൽ ഡാർക്ക് ഷെയ്ഡുകളുള്ള, ഇപ്പോൾ ബ്ലാക്കോ അല്ലെങ്കിൽ ബ്ലാക്ക് ക്രോമോ അങ്ങനെയുള്ള ഡാർക്ക് ഫിനിഷസ് ഉള്ള ഫോസറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ ഒരു വെള്ളത്തിൻ്റെ ഇത് ഹാർഡ് വാട്ടർ ആയിട്ടുള്ള ഒരു വെള്ളമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ ഇതുപോലുള്ള ഡാർക്ക് ഷെയ്ഡിലുള്ള ഫോസറ്റുകൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഹാർഡ് വാട്ടർ റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, ഒരു വൈറ്റ് സ്റ്റെയിൻ ഈ ഒരു ഫോസറ്റിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് ഈ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വെള്ളത്തിന് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ ക്രോം ഫിനിഷിലുള്ള ഫോസറ്റുകൾ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡാർക്ക് ഫിനിഷ് ആയിട്ടുള്ള ഫോസറ്റുകൾ കഴിവതും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ബാത്റൂമിൻ്റെ മെയിൻ്റനൻസ് കുറച്ച്, ഇതിൻ്റെ ക്ലീനിങ്ങിൻ്റെ എഫോർട്ട് കുറച്ച് ഈസി ആയിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. എട്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ടൈലിൻ്റെ ഫിനിഷാണ്. നമ്മൾ പൊതുവേ മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ബാത്റൂമിൽ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത്. അത് ഓരോ സമയത്തും അതിൻ്റെ നമ്മുടെ ആ ബാത്റൂമിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ കറൻ്റ്ലി നടക്കുന്ന ട്രെൻഡുകളും ഒക്കെ പരിഗണിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ബാത്റൂമിൻ്റെ ടൈലുകൾ സെലക്ട് ചെയ്യുക. പക്ഷേ നിങ്ങളുടെ ഉദ്ദേശം ഏറ്റവും മെയിൻ്റനൻസ് കുറഞ്ഞ, ഏറ്റവും എഫോർട്ട് കുറവിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാത്റൂം ആണെങ്കിൽ നമുക്ക് വാൾ ടൈൽ ഗ്ലോസി ആയിട്ടും അതുപോലെ തന്നെ ഫ്ലോർ ടൈൽ മാറ്റ് ഫിനിഷിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഗ്ലോസി ടൈലുകളിൽ അഴുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഈ മാറ്റ് ഫിനിഷ് ഉള്ള ടൈലുകളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. മാറ്റ് ഫിനിഷോ അല്ലെങ്കിൽ മാറ്റ് ഫിനിഷിൻ്റെ വേറെ റഫായിട്ടുള്ള സർഫസ് വരുന്ന ഫിനിഷുകളോ നാച്ചുറൽ സ്റ്റോണോ ഒക്കെ നമ്മൾ ബാത്റൂമിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഒരു സമയം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ബാത്റൂമുകളിൽ നമ്മൾ വാളുകളിൽ ഗ്ലോസി ടൈലുകൾ യൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഒമ്പതാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബാത്റൂമിൻ്റെ വാഷ് ഏരിയയിൽ നമ്മളൊരു ഹാൻഡ് ഷവർ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ബാത്റൂം യൂസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ കുളിക്കുന്ന സമയത്താണെങ്കിലും ഇത് ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്ത് വിടാനായിട്ട് ഈ ഹാൻഡ് ഷവർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഗ്ലാസ് പാർട്ടീഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസ് നമ്മൾ ഈ കുളിക്കുന്ന സമയത്ത് തന്നെ ഇതിൽ തെറിച്ച് വീഴുന്ന കാര്യങ്ങൾ നമ്മൾ ആ ഒരു സമയത്ത് തന്നെ ഹാൻഡ് ഷവർ ഉപയോഗിച്ചിട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഈ ഗ്ലാസ്സിൽ ഈ സ്റ്റെയിൻസ് ഒക്കെ പിടിച്ചിരുന്നിട്ട് നമ്മളതിനെ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും, കൂടുതൽ എഫോർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാൻഡ് ഷവർ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ കുളി കഴിയുന്ന സമയത്ത് തന്നെ മൊത്തത്തിലൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. പത്താമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ബാത്റൂമിൻ്റെ ഡിസൈനിൽ പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷൻസും എക്സോസ്റ്റും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. ഈ ബാത്റൂമിനെ സംബന്ധിച്ച് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു മെയിൻ്റനൻസ് ഇഷ്യൂ വരുന്നത് ഇതിൻ്റെ കണ്ടൻസേഷൻ ഡാംനെസ് ആണ്. നമ്മൾ ഈ കുളിക്കുന്നതൊക്കെ സമയത്ത് ഉണ്ടാകുന്ന ഒരു ചൂട്, ബോഡിയിൽ നിന്ന് പുറത്തു വരുന്ന ചൂട്, അത് കണ്ടൻസേഷൻ സംഭവിച്ച് ബ്ലാക്ക് മോൾഡ് ആയിട്ട് ഈ ബാത്റൂമുകളിൽ ഉണ്ടാവുക എന്നുള്ളത് ഈ ബാത്റൂമിൻ്റെ മെയിൻ്റനൻസിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു വെന്റിലേഷൻ, നമ്മൾക്ക് ഒരു ഇപ്പം ലൂവർ പോലെ എന്തെങ്കിലും ഒരു ക്രോസ് വെന്റിലേഷൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള എക്സോസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള ഡാംനെസ് അല്ലെങ്കിൽ ഇതിനകത്ത് കണ്ടൻസേഷൻ സംഭവിക്കുന്നതിനെ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബാത്റൂമിൻ്റെ ഡിസൈനിൻ്റെ സമയത്ത് പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷൻസും എക്സോസ്റ്റും ഒക്കെ കൊടുത്തുകൊണ്ട് ഈ ബാത്റൂമിൽ ഉണ്ടാകുന്ന കണ്ടൻസേഷൻ ഡാംനെസിനെ കൺട്രോൾ ചെയ്തിട്ട് ഈ ബാത്റൂമിൻ്റെ മെയിൻ്റനൻസ് നമുക്ക് കുറച്ച് നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞ 10 കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു ബാത്റൂം ഡിസൈൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ബാത്റൂമിലേക്ക് പുതിയ ഫിക്സ്ചേഴ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്തോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാത്റൂമിൻ്റെ മെയിൻ്റനൻസ് കുറച്ച്, അല്ലെങ്കിൽ നമുക്ക് ഇതിന് ക്ലീനിങ്ങിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയത്തെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വീടിൻ്റെ ബാത്റൂമോ ഡിസൈൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്യുന്ന സമയത്തോ ഒക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.